നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ലണ്ടനിൽ ജനക്കൂട്ടത്തിനിടയിലേക്ക് വാനിടിച്ചു കയറി ഒരു സ്ത്രീ മരിക്കുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സെൻട്രൽ ലണ്ടനിലെ കിങ്സ് കോളേജിനടുത്താണ് സംഭവം നടന്നത്. അപകടത്തിൽ പരിക്കേറ്റ സ്ത്രീ സംഭവസ്ഥലത്ത് മരിച്ചു. പരിക്ക് പറ്റിയ 2 പേർ കാൽനട യാത്രക്കാരാണെന്നാണ് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അശ്രദ്ധമായി വാഹനമോടിച്ച് മരണത്തിന് കാരണക്കാരനായി എന്ന് സംശയിക്കുന്ന 26 വയസ്സുള്ള വാനിന്റെ ഡ്രൈവറെ സംഭവസ്ഥലത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. അപകടം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് അത്യാഹിത വിഭാഗം അടിയന്തര സേവനം നടത്തി. സംഭവത്തിൽ തീവ്രവാദ ബന്ധമില്ലെന്നും ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുള്ള ഡ്രൈവിംഗ് ആകാനാണ് സാധ്യതയെന്നും പോലീസ് അറിയിച്ചു. വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് കാർ ഓടിച്ചു കയറിയത് കടുത്ത പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. സംഭവത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. പ്രവൃത്തി സമയം കുറയ്ക്കാനൊരുങ്ങി UK ഫാർമസികൾ. പര്യാപ്തമായ ഫണ്ടിംഗ് അനുവദിക്കാൻ NHS തയ്യാറായില്ലെങ്കിൽ പ്രവൃത്തി സമയം വെട്ടിച്ചുരുക്കാൻ നിർദ്ദേശിച്ച് നാഷണൽ ഫാർമസി അസോസിയേഷൻ. ശരാശരി ഫാർമസികളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ 90% NHS ആണ് ഫണ്ട് ചെയ്യുന്നത്. NPA നിർദ്ദേശം വന്നതോടെ വൈകുന്നേരങ്ങളിലും വീക്കെൻഡുകളിലും ഫാർമസികൾ പ്രവർത്തന സമയത്തിൽ കുറവ് വരുത്തിയേക്കാം. കൂടാതെ സൗജന്യ ഹോം ഡെലിവറികൾ നിർത്തിവെക്കാനും സാധ്യതയുണ്ട്. UK-യിൽ മലയാളി യുവതി പനി ബാധിച്ച് ചികിത്സയിലിരിക്കെ അന്തരിച്ചു. കണ്ണൂർ ഇരിട്ടി സ്വദേശി അമൽ അഗസ്റ്റിന്റെ ഭാര്യ അഞ്ജു അമലാണ് മരിച്ചത്. പനിയെ തുടർന്നുള്ള ശാരീരിക അസ്വസ്ഥതകൾ മൂലം ഒരാഴ്ച മുൻപ് നോർത്ത് NHS ജനറൽ ഹോസ്പിറ്റൽ ചികിത്സയിൽ പ്രവേശിക്കുകയായിരുന്നു. നോർത്താംപ്ടണിലെ വില്ലിംഗ്ബ്രോയിൽ കുടുംബമായി താമസിച്ചു വരികയായിരുന്നു. ചെംസ്ഫോർഡ് ആംഗ്ലിയ റസ്കിൻ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയായിരുന്നു. പഠനശേഷം പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ തുടരവെ സ്വകാര്യ സ്ഥാപനത്തിൽ എക്സ്പോർട്ട് ക്ലർക്കായി 2.5 വർഷം മുൻപ് വർക്ക് വിസ ലഭിച്ചു. 2 വർഷം മുൻപാണ് വിവാഹിതയായത്. ലണ്ടൻ ഡ്രീംസ് ഫ്ലവേഴ്സ് ചാനൽ യുക്മയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന വിവിധ ഷോകൾക്കായുള്ള ഓഡിഷൻ ഏപ്രിലിൽ. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായതും മലയാളി കുടുംബ പ്രേക്ഷകരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദ TV ചാനലുമായ ഫ്ലവേഴ്സ് ചാനലിൽ നടന്നുവരുന്ന ഇതു ഐറ്റം വേറെ, സ്മാർട്ട് ഷോ, ടോപ്പ് സിംഗർ 5 എന്ന കുടുംബ ഷോകളിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്കായി വിവിധ പ്രായപരിധിയിലുള്ള മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഓഡിഷൻ UK-യിലെ 2 പ്രമുഖ നഗരങ്ങളായ നോർവിച്ചിൽ ഏപ്രിൽ 7-നും നോട്ടിംഗ്ഹാമിൽ ഏപ്രിൽ 12-നും നടക്കുന്നു. ഓഡിഷൻ മത്സരത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ തങ്ങളുടെ കഴിവുകൾ തെളിയിക്കുന്ന വീഡിയോ തയ്യാറാക്കി അയച്ചു കൊടുക്കേണ്ടതാണ്. അസ്തയുടെ വിലക്കുറവ് UK-യിലെ സൂപ്പർമാർക്കറ്റ് ഓഹരികളിൽ വൻ വിൽപ്പനയ്ക്ക് കാരണമായി. അസ്ത സൂപ്പർമാർക്കറ്റ് വില കുറയ്ക്കാൻ നിർബന്ധിതരാകുന്നുവെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നതോടെ ടെസ്കോ, സെയിൻസ്ബറീസ്, മാർക്ക് ആൻഡ് സ്പെൻസർ എന്നിവയുടെ ഓഹരികൾ ഇടിഞ്ഞു. ഓഹരികളിൽ ഏകദേശം 4 ബില്യൺ പൗണ്ടിലധികമാണ് നഷ്ടം സംഭവിച്ചത്. വെള്ളിയാഴ്ച മുതൽ ഓഹരി വിലയിൽ ഏകദേശം 15% ഇടിവ് അനുഭവപ്പെട്ടു. സ്റ്റോർ മെച്ചപ്പെടുത്തലുകളിലും വില കുറയ്ക്കലുകളിലും കൂടി ഉപഭോക്താക്കളെ തിരികെ നേടുന്നതിനായി ദശലക്ഷക്കണക്കിന് ചെലവഴിക്കുമെന്ന് അസ്തയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ അലൻ ലൈറ്റൺ പറഞ്ഞു. സൂപ്പർമാർക്കറ്റ് ശൃംഖലകളായ ടെസ്കോ, സെയിൻസ്ബറീസ് തുടങ്ങിയവ ഇതിനിടെ 5% ശമ്പള വർധനവ് പ്രഖ്യാപിച്ചു. മാർച്ച് 30 മുതൽ പുതുക്കിയ ശമ്പള നിരക്ക് പ്രാബല്യത്തിൽ വരും. മാർച്ച് 30 മുതൽ 12.45 പൗണ്ടാകും മണിക്കൂറിന് ശമ്പളം. ഇത് ഓഗസ്റ്റിൽ അല്പം കൂടി വർദ്ധിപ്പിച്ച് 12.64 പൗണ്ടായി ഉയർത്തും. ഇതോടൊപ്പം നിലവിൽ ഞായറാഴ്ചകളിൽ ജോലി ചെയ്തിരുന്നവർക്ക് ലഭ്യമായിരുന്ന 10% സൺഡേ പേ ബോണസ് റദ്ദാക്കുകയും ചെയ്യും. നൂറുകണക്കിന് മലയാളികൾ ഉൾപ്പെടെ 3,30,000 പേരാണ് ടെസ്കോയിൽ രാജ്യത്താകെ ജോലി ചെയ്യുന്നത്. 2030 ആകുമ്പോഴേക്കും UK സർക്കാർ 5 ബില്യൺ പൗണ്ട് വാർഷിക ക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ 1 മില്യണിലേറെ ജനങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള നടപടികൾ പ്രഖ്യാപിച്ച് വർക്ക് ആൻഡ് പെൻഷൻ സെക്രട്ടറി ലിസ് കെൻഡൽ. ലേബർ പാർട്ടിയിൽ എതിർപ്പ് രൂക്ഷമായിരുന്നിട്ടും ബെനിഫിറ്റ് ചെലവുകൾ താങ്ങാൻ കഴിയാത്ത നിലയിലേക്ക് വളർന്നതോടെയാണ് ലേബർ ഗവൺമെന്റ് നീക്കം പ്രഖ്യാപിച്ചത്. 5 ബില്യൺ പൗണ്ട് വെട്ടിക്കുറയ്ക്കാനാണ് ലക്ഷ്യം. ഇതിന്റെ ഫലമായി 2023-30 വർഷത്തോടെ 8 ലക്ഷം മുതൽ 1.2 മില്യൺ ജനങ്ങൾക്ക് വർഷത്തിൽ 6,300 പൗണ്ട് വരെ നഷ്ടമാകുമെന്ന് റെസൊല്യൂഷൻ ഫൗണ്ടേഷൻ കണക്കാക്കുന്നു. ജോലി ചെയ്യാൻ സാധിക്കാത്തവർക്ക് നൽകിയിരുന്ന ബെനിഫിറ്റുകൾ അപ്പാടെ പിൻവലിക്കുകയാണ്. ഇത് നിലവിലെ 6 ലക്ഷം അപേക്ഷകരെ ബാധിക്കുമെന്നാണ് കരുതുന്നത്. യുവാക്കൾക്ക് അനാരോഗ്യത്തിന്റെ പേരിൽ യൂണിവേഴ്സൽ ക്രെഡിറ്റ് വഴി പ്രതിമാസം 419 പൗണ്ട് കിട്ടുന്നത് നിർത്തലാക്കാനും ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നു. ഇത് 22 വയസ്സ് തികയുന്നതുവരെ തുടരും. ഇതുവഴി 66,000 പേർക്ക് നൽകുന്ന 330 മില്യൺ പൗണ്ടാണ് ലാഭിക്കുക. യോഗ്യതാ പരിധി മാറ്റുന്നതിലൂടെ ഏകദേശം 6,20,000 പേർക്ക് പ്രതിമാസം ശരാശരി 675 പൗണ്ട് ലഭിക്കുന്നത് നഷ്ടമാകുമെന്ന് റെസൊല്യൂഷൻ ഫൗണ്ടേഷൻ തിങ്ക് ടാങ്ക് മുന്നറിയിപ്പ് നൽകി. സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധിയിലുള്ള 70% പേരെയാണ് ഇത് ബാധിക്കുക. ഇത് ലേബർ MPമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇംഗ്ലണ്ട്, വെയിൽസ്,
നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിലെ പ്രധാന വൈകല്യ ആനുകൂല്യമായ പിപ്സിനുള്ള യോഗ്യത 2026 നവംബർ മുതൽ കർശനമാക്കുമെന്ന് വർക്ക് ആൻഡ് പെൻഷൻ സെക്രട്ടറി ലിസ് കെൻഡൽ പറഞ്ഞു. എത്ര പേരെ ഇത് ബാധിക്കും എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അടുത്തയാഴ്ച നടക്കാനിരിക്കുന്ന ചാൻസലർ റേച്ചൽ റീവ്സിന്റെ സ്പ്രിംഗ് സ്റ്റേറ്റ്മെന്റിൽ നൽകുമെന്ന് കെൻഡൽ BBC-യോട് പറഞ്ഞു. ഏപ്രിൽ മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട നിയമത്തിൽ മാറ്റങ്ങൾ വരുന്നു. ഏപ്രിൽ 8 മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട നിയമത്തിൽ മാറ്റങ്ങൾ വരുന്നു. ടെസ്റ്റ് ഫീസ് നഷ്ടപ്പെടാതെ ടെസ്റ്റിംഗ് തീയതി മാറ്റിവെക്കുന്നതിനും റദ്ദാക്കുന്നതിനും 10 പ്രവൃത്തി ദിവസങ്ങൾക്ക് മുൻപായി അക്കാര്യം അറിയിക്കണം എന്നാണ് ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ സ്റ്റാൻഡേർഡ് ഏജൻസി നിർദ്ദേശിക്കുന്നത്. നിലവിൽ ടെസ്റ്റ് ഫീസ് നഷ്ടപ്പെടാതിരിക്കാൻ ഇക്കാര്യം 3 പ്രവൃത്തി ദിവസങ്ങൾക്ക് മുൻപ് അറിയിച്ചാൽ മതിയായിരുന്നു. തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങൾ പ്രവൃത്തി ദിവസങ്ങളായി കണക്കുകൂട്ടും. കാർ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കാണ് പുതിയ നിയമം ബാധകമാകുന്നത്. തിയറി ടെസ്റ്റുകൾക്കും മോട്ടോർ സൈക്കിൾ, ബസ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ, ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ടെസ്റ്റുകൾ, സ്പെഷ്യലിസ്റ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ എന്നിവയുടെ കാര്യത്തിൽ 3 ദിവസം മുൻപ് അറിയിച്ചാൽ മതി. ചില സന്ദർഭങ്ങളിൽ മാത്രം ഈ കാലയളവ് കഴിഞ്ഞ് ടെസ്റ്റ് തീയതി മാറ്റുകയോ റദ്ദാക്കുകയോ ചെയ്താലും ഫീസ് തിരികെ ലഭിക്കും. രോഗം അല്ലെങ്കിൽ പരിക്കുകൾ മൂലം ടെസ്റ്റ് എടുക്കാൻ കഴിയാത്ത സാഹചര്യം, കുടുംബാംഗങ്ങളുടെ വിയോഗം, സ്കൂളിലോ കോളേജിലോ പരീക്ഷ തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഹ്രസ്വകാല നോട്ടീസ് നൽകി ടെസ്റ്റ് റദ്ദു ചെയ്താലും ഫീസ് തിരികെ ലഭിക്കും. ആശുപത്രിക്ക് പുറത്ത് കാറിടിച്ച് സ്ത്രീ മരിച്ചു. ഗിൽഫോർഡിലെ റോയൽ സറേ കൗണ്ടി ആശുപത്രിക്ക് പുറത്താണ് ഒരു കാറിടിച്ച് ഒരു സ്ത്രീ മരിച്ചതായി സറേ പോലീസ് അറിയിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം 1:40 അപകടം സംഭവിച്ചത്. ഏകദേശം 70 വയസ്സ് പ്രായമുള്ള സ്ത്രീ സംഭവസ്ഥലത്ത് മരിച്ചു. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് ഗതാഗത തടസ്സം ഉണ്ടായെങ്കിലും ആശുപത്രി അപ്പോയിന്റ്മെന്റുകളും സേവനങ്ങളും സാധാരണ പോലെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പോലീസ് വക്താവ് പറഞ്ഞു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.